കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിൽ ബി.ജെ.പി പ്രവർത്തകൻ അറസ്റ്റിൽ. മുളവന സ്വദേശി സനലാണ് പിടിയിലായത്. കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ എത്തിയപ്പോൾ അബദ്ധത്തിൽ താക്കോൽ കൊണ്ടു എന്ന മൊഴിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആർ അരുൺ രാജ് വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് ചേരുന്നു. അരുൺ, CPI-നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലായിരുന്നുവല്ലോ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ആരോപണം. പക്ഷേ പോലീസ് നടപടി വരുമ്പോൾ ബി.ജെ.പി പ്രവർത്തകൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണ, ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിൽ ബി.ജെ.പി പ്രവർത്തകൻ മുളവന സ്വദേശി സനലാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. മുളവന സ്വദേശി സനൽ കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ എത്തിയതായിരുന്നു. ഇദ്ദേഹം അബദ്ധത്തിൽ താക്കോൽ കൃഷ്ണകുമാറിന്റെ കണ്ണിൽ കൊണ്ടതാണ് എന്നാണ് ഇപ്പോൾ സനൽ മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി അരുൺ രാജ് ചേരുന്നുണ്ട്. അരുൺ, പറയൂ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, 2 ദിവസം മുമ്പാണ് മുളവന ചന്തയിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ കൃഷ്ണകുമാറിന്റെ കണ്ണിൽ ഹാർഡ് ഒബ്ജക്റ്റ് കൊണ്ടു എന്ന പരാതി ഉയരുന്നത്. ബോധപൂർവ്വമുള്ള ആക്രമണമായിരുന്നു കൃഷ്ണകുമാർ പരാതിയായി കുണ്ട്ര പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. സംഭവത്തിൽ കുണ്ട്ര പോലീസാണ് അന്വേഷണം ഇപ്പോൾ പ്രാഥമികമായി നടത്തിയിരിക്കുന്നത്. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലാണ് കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ എത്തിയപ്പോൾ ബി.ജെ.പി പ്രവർത്തകനായ മുളവന സ്വദേശി സനലിന്റെ കയ്യിലിരുന്ന താക്കോൽ അബദ്ധത്തിൽ കൊണ്ടതാണെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് കൃഷ്ണകുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സനലിനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ്. ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച കുറ്റമാണ് പോലീസ് നിലവിൽ സനലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ വലത് കണ്ണിനായിരുന്നു പരിക്ക്. ഈ പരിക്ക് ഈ ഹാർഡ് ഒബ്ജക്ട് കൊണ്ടതാണ് ഇതിൽ കണ്ണിന് പരിക്ക് സാരമുള്ളതായി മാറിയത് എന്ന ഡോക്ടർമാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ ശരി അരുൺ, വ്യക്തമാണ്. ഏതായാലും ബി.ജെ.പി പ്രവർത്തകനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ് ജി കൃഷ്ണകുമാറിന്റെ പരാതിയിൽ.